വിജയഗാഥകൾ കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച പല പ്രമുഖ ബിസിനസ്സുകാരും അപ്രതീക്ഷിതമായി ജീവിതം അവസാനിപ്പിച്ചത് കേരളത്തിലും പുറത്തും വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. CJ റോയുടെ വിയോഗം ഓർമ്മിപ്പിക്കുന്നതും സമാനമായ സാഹചര്യങ്ങളിൽ മരണപ്പെട്ട മറ്റ് പ്രമുഖ വ്യവസായികളെ കൂടിയാണ്. അതിലാദ്യത്തേത് VG സിദ്ധാർത്ഥയാണ്, കഫേ കോഫിയുടെ സ്ഥാപകൻ. 1996 VG സിദ്ധാർത്ഥ തുടക്കമിട്ട കോഫി ഷോപ്പ് ശൃംഖലയാണ് കഫേ കോഫിയുടെ. ബംഗളൂരുവിലെ ബ്രിഗേഡ് റോഡിലായിരുന്നു ആദ്യ സ്റ്റോർ. പിന്നീട് ഇന്ത്യയിലുമെമ്പാടുമായി സാന്നിധ്യം വ്യാപിപ്പിച്ചു. ഉപഭോക്താക്കളിൽ നിന്ന് മികച്ച സ്വീകാര്യത കിട്ടിയെങ്കിലും കമ്പനി വൈകാതെ നഷ്ടത്തിലായി. 2019 മംഗളൂരുവിലെ നേത്രാവതി പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. കടബാധ്യതകളും നികുതി വകുപ്പിന്റെ സമ്മർദ്ദവും തന്നെ തളർത്തിയെന്ന് സൂചിപ്പിക്കുന്ന ഒരു കത്ത് അദ്ദേഹം ബാക്കി വെച്ചിരുന്നു. ഒരു സംരംഭകൻ എന്ന നിലയിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യയെ ഒന്നടങ്കം വേദനിപ്പിച്ചു. കർണാടക മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ SM കൃഷ്ണയുടെ മരുമകനായിരുന്നു VG സിദ്ധാർത്ഥ. വയനാട്ടിലെ കർഷകന്റെ മകനായി ജനിച്ച് ലോക പെട്രോളിയം വ്യവസായത്തിലെ പ്രമുഖനായി മാറിയ ജോയ് അറയ്ക്കൽ, ഇന്നോവ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടർ, ദുബായിലെ ബിസിനസ് ബേയിലുള്ള കെട്ടിടത്തിന്റെ 14ാം നിലയിൽ നിന്ന് ചാടി മരിച്ചു. വയനാട് സ്വദേശിയായ അദ്ദേഹം കപ്പൽ ജോയ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സാമ്പത്തിക ബാധ്യതകളെ തുടർന്നാണ് ഈ കടും കൈ ചെയ്തതെന്ന് ദുബായ് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വീടുകളിലൊന്നായ അറയ്ക്കൽ പാലസ് ഇദ്ദേഹത്തിൻ്റെതായിരുന്നു. അടുത്തത് പ്രദീപ് എസ്, ബംഗളൂരുവിലെ പ്രമുഖ റിസോർട്ട് ഉടമ. അദ്ദേഹത്തെ തന്റെ കാറിനുള്ളിൽ വെടിവെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബിസിനസ് ഇടപാടുകളിലെ ചതിയും രാഷ്ട്രീയ സമ്മർദ്ദവും കാരണമാണ് താൻ ആത്മഹത്യ ചെയ്തതെന്ന് 8 പേജുള്ള കുറിപ്പിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മനോജ് പാർമർ, മധ്യപ്രദേശിലെ പ്രമുഖ വ്യവസായി. മനോജ് പാർമറിനെയും ഭാര്യ നേഹയെയും സെഹോർ ജില്ലയിലെ വീടിനുള്ളിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തന്റെ മരണത്തിന് കാരണം EDയുടെയും BJP നേതാക്കളുടെയും ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമാണെന്ന് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ ആരോപിച്ചതാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. തന്റെ മക്കളെ സംരക്ഷിക്കണമെന്ന് രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസ് നേതാക്കളോടും അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ ആവശ്യപ്പെട്ടിരുന്നതായും വാർത്തകളുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിലത്തേതാണ് CJ റോയ്. വിജയയാത്രയ്ക്ക് സ്വയം വിരാമമിട്ട് CJ റോയും ആ നിരയിലേക്ക് സ്വയം ഒതുങ്ങി. ആരംഭത്തിൽ ലളിതവും മധ്യത്തിൽ പ്രൗഢവും അന്ത്യത്തിൽ നൊമ്പരപ്പെടുത്തുന്നതുമായ ഒരു കഥയായിരുന്നു റോയിയുടെ ജീവിതം. എന്തുകൊണ്ടാണ് ഈ പ്രവണത? വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും വ്യക്തികൾ നേരിടുന്ന സമ്മർദ്ദങ്ങൾ പലപ്പോഴും പുറം ലോകം അറിയാറില്ല എന്നതാണ് വസ്തുത. അതിന്റെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ റോയിയുടെ മരണത്തിലേക്കുള്ള കൃത്യമായ കാരണങ്ങൾ ഇപ്പോഴും അന്വേഷണ പരിധിയിലാണ്. എന്തായാലും സത്യം പുറത്തു വരട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.